എലിക്കുട്ടിയെ തൊട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തൊട്ടിട്ടുണ്ട്. ഇവര് നോൺ വെജിറ്റേറിയൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്നെയും തിന്നു കളയുമായിരിക്കും അല്ലേ. അതിന് ഇവർക്ക് ഭയങ്കര റയർ ആണെന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്കോട് ഇന്ത്യയിൽ തന്നെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് ഒരു പെയറിന് 4.5 ലക്ഷത്തോളം രൂപ കോസ്റ്റ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, ഇവന്റെ പേരാണ് ഷുഗർ ഗ്ലൈഡർ. പഞ്ചസാര പ്രിയനാണ്, പഞ്ചാരയാണെന്ന് തോന്നുന്നു ആള് കുറച്ച്. ഇവനെ കാണുമ്പോൾ നമുക്ക് 2ാം കുഞ്ഞിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. നടക്കുമെന്നറിയില്ല, പക്ഷേ ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ വവ്വാലായി മാറും. സോ ഡൊമസ്റ്റിക്കിലെ ഏറ്റവും വലിയ പൂച്ചയാണെന്നുള്ളതാണ് ഇവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്കുള്ള ടെൻഷനുകളൊക്കെ മറന്ന് നിങ്ങൾക്ക് ഹാപ്പിയായി വളരെ സമാധാനത്തോടെ ഇരിക്കണം എന്നാൽ ഒന്നും നോക്കണ്ട, നേരെ പോലെ തൃശ്ശൂർ ചാവക്കാടുള്ള ഫാമിലിയിലേക്കാണ്. ഇവിടെ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, ഒട്ടക പക്ഷിയുണ്ട്, വിവിധ തരം കിളികളുണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് പൂച്ചകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാം വില്ലയുടെ വിശേഷങ്ങളാണ്. ഇവന്റെ പേരാണ് ഹെഡ്ജ് ഹോഗ്. നമ്മൾ ഈ മുള്ളമ്പന്തി കേട്ടിട്ടില്ലേ? മുള്ളമ്പന്തിയുടെ ഒരു ടൈപ്പ് ഓഫ് ബ്രീഡാണ്. നമ്മൾ പണ്ട് കുട്ടികളായിരുന്നപ്പോൾ കാർട്ടൂണിലൊക്കെ കാണുന്നത് ഈ മുള്ളമ്പന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടർത്തി മുള്ളൊക്കെ തെറിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ ആക്ച്വലി മുള്ളമ്പന്തികൾ അങ്ങനെയല്ല. ഇവരെന്ന് പറയുന്നത് ഒരു വൈറ്റ് ഹെഡ്ജ് ഹോഗ് ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് ഇവർക്ക് വരുന്നത് റെഡ് ഐസ് ആണ്. ലൈക്ക് ഭയങ്കര ടൈനി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ ഇവിടെ മുള്ള തൊടുമ്പോൾ നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കുത്തുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിവരെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഈ ബാക്കിത്തെ ഈ മുള്ളിൻ്റെ ഒക്കെ ഷാർപ്നെസ് ഇല്ലേ അത് പോവും. പക്ഷേ നേരെ മറിച്ച് ഇവർ റിലാക്സ്ഡ് ആയിട്ട് കൂട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ ഇവർ ഈ മുള്ളൊക്കെ ഭയങ്കര ഷാർപ്പ്. ഇപ്പം എനിക്ക് തൊടുമ്പോൾ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഇനി ഇവന്റെ പേര് അല്ലെങ്കിൽ ഈ ബ്രീഡിന്റെ പേര് ഫെററ്റ് എന്നാണ്. ഇവർക്ക് എന്നെ പോലെ ഒരു പ്രത്യേകത സ്വഭാവമുണ്ട്. ദിവസം ഒരു 18, 19, 20 മണിക്കൂർ ഉറങ്ങാനുള്ള ഒരു അടിപൊളി ശേഷി ഇവർക്കുണ്ട്. സോ പ്രത്യേകിച്ച് ഡേ ടൈമിൽ ഇവർ ഭയങ്കര കാമായിരിക്കും എന്നാണ് പറയുന്നത്. രാത്രിയാണ് ഇവരുടെ ഒരു വിഹാര സമയം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ കൂടൊക്കെ തുറന്നിട്ട് എവിടെ പോയാലും ഇവർ റിലാക്സ്ഡ് ആയിട്ട് അവിടെ കടന്നോളും, എവിടെയും പോകത്തില്ല. പക്ഷെ നേരെ മറിച്ച് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും. സോ ഇതാണ് ഫാരറ്റിന്റെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് ഇവിടെ തൊടാനും പിന്നെ സംസാരിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങ് വരാം. ഭയങ്കര ശാന്തന, ഒരു അൾട്ടിമേറ്റ് ശാന്തത തോന്നുന്നില്ല ഇവരെ കാണുമ്പോൾ. ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ പിടിച്ചതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. എനിക്കൊന്ന് കുറച്ചു നേരം കൂടി ഞാൻ പിടിച്ചിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമായിരിക്കും. ആ ഒരു മോഡലാണ് പുള്ളി നിൽക്കുന്നത്. എന്താ എന്റെ പേര്? ടെഗു. അർജന്റീനിയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു. ഇവിടെ പിടിച്ചോ, ഇവിടെ മുഖം മതി, മുഖം മതി. ആ ബാക്ക് സെറ്റാ, ഞാൻ പിടിച്ചു നോക്കട്ടെ, നീ വെയിറ്റ് ചെയ്യേ. ഒരു കൈ ഇവിടെ കേട്ടോ, രണ്ട് കാലിന്റെ നഖം കൊള്ളൂ? കൊള്ളൂല. ഓക്കെ, കൈയെടുത്തോ ചേച്ചി ഇരിക്കോ, അടിപൊളിയായിട്ട് വെച്ചോ. മിക്കവാറും ഇതൊക്കെ എന്തെങ്കിലും കടിച്ച് ഞാൻ മരിക്കുമായിരിക്കും. വീട്ടിൽ പറയണം കേട്ടോ. എടുത്തൊന്ന് പറ. തലോടി കൊടുത്താൽ ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഫേസ് ഇങ്ങോട്ടാക്കി വെച്ചോ. ഓക്കെ ഗൈസ്, ഇതാണ് അർജന്റീനിയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ പേടിയാണ് ഗൈസ്. ഒരുമാതിരി തേരിയൊക്കെ പിടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാ ക്ലൈമറ്റിലും ജീവിക്കും എന്നുള്ളതാണ്. ഇവർക്ക് അങ്ങനെ ഒരു വെതറിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 4 അടിയോളം വലിപ്പം അവർ ഇനിയും വെക്കും. ഇത് കുഞ്ഞാണ്. ഇവര് നോൺ വെജിറ്റേറിയൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്നെയും തിന്നു കളയുമായിരിക്കും അല്ലേ. എന്തായാലും കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു ലെതർ ഫീലാണ് തൊടുമ്പോൾ. ഇതാണ് മർമോസെറ്റ് മങ്കീസ്, പോക്കറ്റ് മങ്കീസ് എന്ന് നമുക്ക് ഇവരെ പോയി. പോക്കറ്റ് മങ്കീസ് എന്നാണ് ഇവരെ വിളിക്കുക. നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങാണ് പോക്കറ്റ് മങ്കീസ് എന്ന് പറയുന്നത്. ആ പുഴുവിനെ അവർ തട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഭക്ഷണം കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവരെ.
ഭയങ്കര എന്താ പറയാ ടൈനി ആയിട്ടുള്ള ഒരു ഫ്രീ ക്രീച്ചർ, ലൈക്ക് ഭയങ്കര ടൈനി ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ്. സിപ്പപ്പ് കഴിക്കുന്ന പോലെയാണ് ഇവർ ഈ പുഴുവിനെ കഴിക്കുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചു നോക്ക്, നമ്മളൊക്കെ എങ്ങനെയാണ് സിപ്പപ്പ് കഴിക്കുക? കണ്ടോ, എത്ര പെട്ടെന്ന് കഴിച്ചു തീർന്നേ. സോ ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങ്. ദേ ആർ കോൾഡ് പോക്കറ്റ് മങ്കീസ്. ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് ഒരു പെയറിന് 4.5 ലക്ഷത്തോളം രൂപ കോസ്റ്റ് ഉണ്ട് ഇവർക്ക്. കാണുന്ന പോലെ ചെറിയ പുള്ളികളൊന്നും അല്ല, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഓക്കെ, ഒരു ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെയാ രോഹിത്തിനോട്. ആക്രമിക്കുകയാണ് അവൻ എന്നെ. കൊടുത്തില്ലെങ്കിൽ വിടത്തില്ലെന്നൊക്കെ എടുത്തോണ്ട് പോയി. ഓക്കെ, ഇതാണ് കംബോഡിയൻ സ്ക്വിറൽ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഇവർക്ക് ഒരു 4 ബദാം കൊടുക്കുകയാണെങ്കിൽ 4 ബദാമൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വേണ്ട സമയത്ത് എടുത്ത് തിന്നുന്ന ഒരു വളരെയധികം നല്ല ഒരു സ്വഭാവമുള്ള ഒരു ടൈപ്പ് ഓഫ് സ്ക്വിറൽസ് ആണ് കംബോഡിയൻ സ്ക്വിറൽസ് എന്ന് പറയുന്നത്. മരുഭൂമിയിൽ നിന്ന് വന്നെത്തിയ ബിയർ ഡ്രാഗൺ ആണ് ഇപ്പം എൻ്റെ കൈക്കുമ്പിളിൽ ഇരിക്കുന്നത്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ്റെ അടിഭാഗമൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. എടാ ഇവൻ ചാടുന്നു, പിടിക്കേ. ഓക്കെ, ഇവൻ്റെ പക്ഷേ മോൾ ഭാഗം ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണ്. ആൻഡ് അതാണ് അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ കൂടുതൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളാണെന്നാണ് ഇവൻ പറഞ്ഞത് എന്നോട്. എടാ പിടിക്കണം. ഓക്കെ, ഇവന്റെ പേരാണ് ഷുഗർ ഗ്ലൈഡർ. പഞ്ചസാര പ്രിയനാണ്, പഞ്ചാരയാണെന്ന് തോന്നുന്നു ആള് കുറച്ച്. എന്തായാലും ഇവൻ സ്ക്വിറൽ ഫാമിലിയിൽ പെട്ട ആളാണ്. പക്ഷെ ഇവനൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവനെ കാണുമ്പോൾ നമുക്ക് ഒരു അണ്ണാൻകുഞ്ഞിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ഇവൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. നടക്കുമെന്നറിയില്ല, പക്ഷേ ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ വവ്വാലായി മാറും, ഇങ്ങനെ നോക്കുമ്പോൾ അവൻ അണ്ണാനായി മാറും. ഇതാണ് ഗൈസ്. ഇവനാണ് സ്പിനിക്സ്. ടൊറന്റോയിൽ നിന്ന് വന്ന സ്പിനിക്സ്. ലോകത്തെ ഏറ്റവും അഗ്ലിയസ്റ്റ് കാറ്റ് എന്ന് പറയുന്നത് ഈ ബ്രീഡിൽ പെടുന്നവയാണ്. അതിന് ഇവർക്ക് ഭയങ്കര റയർ ആണെന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്കോട് ഇന്ത്യയിൽ തന്നെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഭയങ്കര സോഫ്റ്റ് ആണ്, നമ്മളൊരു സ്കിന്നിലൊക്കെ തൊടുന്ന പോലെ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര സ്നേഹമുള്ളവരാണ് ഇവരെന്ന് കേട്ടിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെററായിട്ട് തോന്നും. നിങ്ങളിതിന്റെ മുഖമൊക്കെ ഒന്ന് നോക്കിയോ ഇല്ലേ? പക്ഷെ ഏറ്റവും സ്നേഹമുള്ള പൂച്ചകളിൽ ഉണ്ടോ ഇവർക്ക് എന്നെ പേടിക്കരുതാരും. ഭയങ്കര സ്നേഹമുള്ളവരാണ്. നമുക്ക് വെറുതെ ഇടാം. ഏറ്റവും അഗ്ലിയസ്റ്റ് കാറ്റ് എന്ന് പറയുന്നത് ഈ ബ്രീഡിൽ പെടുന്നവയാണ്. അറ്റ് ദ സെയിം ടൈം പക്ഷെ ഇവർക്ക് ഭയങ്കര സ്നേഹം എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 3 കാറ്റ്സ് മാത്രമേ ഈ ബ്രീഡിൽ പെടുന്നവയുള്ളൂ. അപ്പൊ അതിലൊരെണ്ണം ഉള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള ഈ സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൂച്ചേനെ കാണാൻ സാധിക്കും. ഇത് ബ്രിട്ടൻകാരനായ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുന്ന പൂച്ചയാണ്. ഒരു ഡുണ്ടുമണിയെ പോലെയില്ലേ കാണുമ്പോൾ? ഇവൻ ഭയങ്കര കമന്റ് പോയിട്ടായ പക്ഷേ ഭയങ്കര വില മതിപ്പുള്ള ഒരു പൂച്ചയാണ്. 1 ലക്ഷത്തോളമാണ് ഈ ഒരു പൂച്ചയുടെ വില എന്ന് പറയുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. നമ്മളിങ്ങനെ തലോടി കൊടുക്കുമ്പോൾ കണ്ണക്കടച്ച് ഇങ്ങനെ കിടക്കുമെന്നാണ് ഇവർ പറയുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ തലോടി കൊടുക്കുന്നതോറും അവൻ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. പുലിക്കുട്ടിയെ തൊട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തൊട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഫാം വില്ലയിലെ പുലിക്കുട്ടി. ഇത് പുലിക്കുട്ടിയൊന്നുമല്ല, ബംഗാൾ കാറ്റ് എന്നാണ് ഇവരുടെ പേര്. ഭയങ്കര അഗ്രസീവായ ഒരു ടൈപ്പ് ഓഫ് കാറ്റാണ് ഇവര്. അത്ര ക്ഷമയൊന്നുമില്ല, ചാടിപ്പോവെന്ന് പണ്ടാണ് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് തന്നെ. നമുക്ക് കാണുമ്പോൾ ഇവരുടെ ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് ഈ കാലൊക്കെ ഒന്ന് പെർഫെക്റ്റ്ലി ഒരു പുലിയുടെ ഒരു ടെക്സ്ചറാണ് ഇവർക്ക് കാണുന്നത്. കണ്ടോ, ഇവര് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് കലിപ്പനാണ്. എന്തായാലും ഇതുവരെ കണ്ട പൂച്ചകളെ പോലെ അല്ല, ഇത്രയും കണ്ടത് കുറച്ചുകൂടി കാമായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഇവൻ കുറച്ചുകൂടി ടെററാണെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് മെയിൻ കൂൺ. ഡൊമസ്റ്റിക് പൂച്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളിലെ
ഏറ്റവും വലിയ പൂച്ചയാണ് മെയിൻ കൂൺ എന്ന് പറയുന്നത്. ഒരു എന്താ പറയാ, ഒരു സിംഹത്തിന്റെ ഒക്കെ പോലെ അല്ലേ, തോന്നില്ലേ നിങ്ങൾക്ക്? ഭയങ്കര ഫറി ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഇവർക്ക് നമുക്ക് തോന്നുന്നത്, തൊടുമ്പോഴൊക്കെ വഴുതി പോകുന്ന കയ്യിൽ നിന്ന്. സോ ഡൊമസ്റ്റിക്കിലെ ഏറ്റവും വലിയ പൂച്ചയാണെന്നുള്ളതാണ് ഇവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.